അപ്പോൾ ശ്രീ വർഗീസ് ജോർജ് അടിയന്തരമായി ഇടതുമുന്നണി യോഗം ചേരണമെന്ന് RJD ആവശ്യപ്പെടുമോ? മാതൃഭൂമിയുടെ ചാനലിലാണ് തീർക്കേണ്ടത്. അതെ, അത് എവിടെയാണ് തീർക്കേണ്ടത്? ശരി, ശ്രീ വർഗീസ് ജോർജ് ഇടതുമുന്നണി ചേരാതെ ഈ വിഷയത്തിൽ ഒരു തീരുമാനമോ മുന്നോട്ട് പോക്കോ ഉണ്ടാകാൻ പാടില്ല എന്ന് RJD ആവശ്യപ്പെടുമോ? എന്തായാലും ഈ നയം നേരത്തെ വന്നതാണ്. ഈ നയം പത്രത്തിൽ വന്ന് വായിക്കുമ്പോഴെങ്കിലും ഘടകകക്ഷികൾക്ക് അക്കാര്യത്തിലുള്ള എതിരഭിപ്രായം പറയുകയും എങ്ങനെയാണ് മുന്നണിയുടെ അനുവാദമില്ലാതെ ഇങ്ങനൊരു നയം വന്നതെന്ന് ചോദിക്കുകയും ചെയ്യാമായിരുന്നു. ഓക്കെ, ഇപ്പോഴാണെങ്കിലും ഇങ്ങനൊരു നയമുണ്ട്, ആ നയത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാനും അതുപോലെ തന്നെ ഈ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒയാസിന് കൊടുത്തിരിക്കുന്ന അനുമതി പറ്റില്ല എന്ന് പറയാനും RJD തയ്യാറാകുമോ? മുന്നണി യോഗം വിളിക്കണമെന്ന് ആവശ്യമുണ്ടോ? അഭിലാഷേ, രണ്ട് മൂന്ന് ആസ്പെക്ട്സ് ഉണ്ട് പ്രാവശ്യം മാഷ് പറഞ്ഞതിൽ. ഒന്ന്, ഞങ്ങൾ ഗവൺമെൻറ് തീരുമാനിച്ചു, അല്ലെങ്കിൽ LDF ഗവൺമെൻറ് തീരുമാനിച്ചു മുന്നണി ഘടകകക്ഷികൾ അതങ്ങ് അംഗീകരിച്ചു കൊള്ളണം. അതറിഞ്ഞാലും ഇല്ലെങ്കിലും അതെന്തൊരു ജനാധിപത്യമാണ്. ഞങ്ങൾക്ക് ക്യാബിനറ്റിൽ അംഗമില്ല, ഞങ്ങൾക്ക് ആ ക്യാബിനറ്റ് നടക്കുന്ന ചർച്ചകൾ അറിയില്ല. ആ മുന്നണിയിലെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ ജെനുവിനായ ഈ ഡൗട്ട് റേസ് ചെയ്യാൻ അവകാശമില്ലേ? ഞങ്ങൾ തീരുമാനിച്ചു, നിങ്ങളങ്ങ് അംഗീകരിച്ചോളണം എന്നുള്ള അമിതാധികാരത്തിൻ്റെ ഭാഷയൊന്നും ഞങ്ങളോട് വേണ്ട. രണ്ടാമത് ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ, എന്താ നമ്മുടെ പാർട്ടിയുടെ നിലപാട്? ഈ LDP പോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും. ഒരുപക്ഷെ ഇത് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ കാണും, അല്ലെങ്കിൽ ഇതിൻ്റെ ശുദ്ധജലത്തിൻ്റെ ദുരുപയോഗമില്ല, ഇതൊക്കെ പറയാൻ ആളുകൾ നമ്മുടെ ഒരു പാർട്ടി കാണും. ആ ശബ്ദമെല്ലാം നമ്മൾ കേൾക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഫെബ്രുവരി 2 ഞായറാഴ്ച പാർട്ടിയുടെ ജില്ലാധ്യക്ഷന്മാരുടെയും പാർട്ടി ഭാരവാഹികളുടെ യോഗം വെച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കൺസിഡേർഡായ ഒരു ഒപ്പീനിയൻ പറയും. മൂന്നാമത്, എന്തുകൊണ്ട് LDFിൻ്റെ അജണ്ടയിൽ എപ്പോഴെങ്കിലും വന്നിട്ട് വേണ്ട എനിക്കൊരു അഭിപ്രായം പറയാൻ, നമ്മൾ ചർച്ച ചെയ്യാൻ. ഇപ്പോൾ TP രാമകൃഷ്ണൻ, അദ്ദേഹം നമുക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു കോമ്രേഡാണ്. TP രാമകൃഷ്ണൻ എക്സൈസ് മന്ത്രി ആയിരുന്ന ആളല്ലേ ഇപ്പോഴത്തെ LDF കൺവീനർ. ഇങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ കുറഞ്ഞ പക്ഷം അദ്ദേഹം ഘടകകക്ഷികളെ വിളിച്ച് സംസാരിക്കണ്ടേ? അല്ലെ LDF യോഗം വിളിച്ച് അജണ്ട വെക്കണ്ടേ? LDFിൻ്റെ അജണ്ടയായി വെക്കാതെ ഞാൻ എവിടെയാണ് സംസാരിക്കേണ്ടത്? പിന്നെ സംസാരിക്കേണ്ടത് എൻ്റെ പാർട്ടിയിലാണ്. ആ പാർട്ടി യോഗം ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ CPM അമിതാധികാരത്തിൻ്റെ ഭാഷ ഘടകകക്ഷികളോട് പ്രയോഗിക്കേണ്ട എന്ന്. ഈ വിഷയത്തിൽ ഘടകകക്ഷികളുടെ താല്പര്യവും അഭിപ്രായവും മാനിക്കാതെ നിങ്ങളോട് ചോദിക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിലോ? ഇന്നലെ എക്സൈസ് മന്ത്രി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു തരത്തിലും ഇക്കാര്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന്. അപ്പോൾ ഒരു തരത്തിലും പിന്നോട്ടില്ല, ഒരാളോടും ആലോചിക്കേണ്ടതുമില്ല എന്നതാണ് സർക്കാരിൻ്റെ നയമെങ്കിലോ നിലപാടെങ്കിലോ എന്ത് ചെയ്യും RJD? അഭിലാഷ്, ഈ ബ്രൂവറി എന്നുള്ള സെക്കൻഡറി മാറ്ററാണ്. നമ്മൾ ഉന്നയിക്കുന്ന എന്തുകൊണ്ട് നമ്മൾ ഈ പോളിസി, ഇപ്പോൾ MP രാജേഷ് തന്നെ, നമുക്കെല്ലാം ഇഷ്ടമുള്ള ആളല്ലേ, MP രാജേഷ് സംസാരിക്കണ്ടേ? അതിന് പകരം ശരി, RJD എതിർത്താലും CP എതിർത്താലും JDS എതിർത്താലും ഞങ്ങൾ ഇത് നടപ്പാക്കിയിരിക്കും എന്ന് പറയുന്നൊരു മുന്നണി രാഷ്ട്രീയത്തിന് ചേരുന്നതാണോ? ഒരു പാർട്ടിയാണെങ്കിൽ ശരി, 11 പാർട്ടികൾ, ഈ 11 പാർട്ടികൾക്ക് അവരുടെ അഭിപ്രായം പറയണ്ടേ?